ഹലോ അസ്സാം വലൈക്കും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ തലശ്ശേരി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 4 സവാള കട്ട് ചെയ്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനോടെ തന്നെ ഈ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനിവിടെ 1 കിലോ അരിയും 1.5 കിലോ ചിക്കനും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉരുളിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൽ നിന്നും ഒരു 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 മീഡിയം സവോള കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഈ സവോള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 8 സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 പച്ചമുളക്, ഒരു 5 വലുപ്പത്തിലുള്ള ഒരു 3 പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 മുഴുവനോടെയുള്ള വെളുത്തുള്ളി, അത്രയാണ് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 3ഉം കൂടി ഒരുമിച്ചാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് നല്ലോണം മൂത്ത് വന്നാലാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ആകെ ഈ ഒരു മസാലപ്പൊടികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് നമ്മളിതിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സവാള വഴറ്റുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും പിന്നെ മല്ലിയിലയും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിനയും ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് നമുക്ക് അവിടെ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള സവാള ഇതേപോലെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ ചിക്കനിലേക്ക് നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നമുക്കിത് ഒന്നും കൂടെ ചിക്കൻ വേവുന്ന വരെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ തീയിലാക്കിയിട്ട് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 കറുവപ്പട്ട, ഒരു 4 ഏലക്കായും 4 ഗ്രാമ്പും 2 സ്റ്റാർ അനീസും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളക്കാനായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ അരി ആദ്യം കുതിർത്തിട്ട് ഞാനൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഏകദേശം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തവണയൊന്നും നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ദമ്മിടാനായിട്ട് നമ്മുടെ ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മസാല നമ്മൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ഇത്തിരി മസാല ആയിട്ട് കിടക്കുന്ന വിധത്തിൽ ചിക്കനെ നമ്മൾ ഓഫ് ചെയ്യുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റൈസ് മുഴുവനോടെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ റൈസ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ദമ്മാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളിൻ്റെ വെള്ളം കലക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം കളറിന് വേണ്ടിയിട്ട്. പക്ഷേ ഓൾറെഡി നമ്മളിതിൽ മഞ്ഞൾ ചേർത്ത് കൊടുത്തതുകൊണ്ട് വേറെ കളറൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ആവി വരുന്നത് വരെ ഇതൊന്ന് ദമ്മാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിലും ദമ്മാക്കിയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ അടച്ചു വെച്ചിട്ട് നല്ല ആവി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ദമ്മാക്കി എടുക്കുന്നത് കൊണ്ടാണ് ചിക്കൻ്റെ മസാല ഒരുപാട് ഡ്രൈ ആക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഗ്രേവി നമ്മൾ ബാക്കി ദമ്മാവുന്ന സമയത്ത് നന്നായിട്ട് വറ്റിക്കോളും. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്